പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുരുക്കായി എപ്സ്റ്റീൻ ഫയൽസ്. പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ജെഫ്രിയുടെ നിർദ്ദേശമനുസരിച്ച് മോദി അമേരിക്കയെ പ്രീതിപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. ഇസ്രയേലിൽ ചെന്ന് തൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയ മോദിക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ ലഭിച്ചെന്നും വെളിപ്പെടുത്തൽ. അന്തരിച്ച അമേരിക്കൻ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉൾപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. എപ്സ്റ്റീനിൻ്റെ സ്വാധീന വലയത്തിലുണ്ടായിരുന്ന കരുത്തരായ വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളിലാണ് പ്രധാനമന്ത്രിയും ഇടം പിടിച്ചത്. ഇത് പ്രതിപക്ഷം വലിയ വിമർശനമായുധമാക്കിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഇതൊരു ദേശീയ അപമാനമാണെന്നും എപ്സ്റ്റീനിൻ്റെ ഉപദേശം സ്വീകരിച്ച പ്രധാനമന്ത്രി ഇസ്രായേലിൽ വെച്ച് US പ്രസിഡന്റിന് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നും ആരോപിച്ചു. പ്രധാനമന്ത്രിയും ശിക്ഷിക്കപ്പെട്ട ഒരു ലൈംഗിക കുറ്റവാളിയും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ടെന്ന് ഈ രേഖകൾ സൂചിപ്പിക്കുന്നുവെന്നും ഇത് നയതന്ത്രപരമായ മര്യാദകളെ ചോദ്യം ചെയ്യുന്നതാണെന്നുമാണ് ഉയരുന്ന ആരോപണം. ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയുമായി എന്താണ് പ്രധാനമന്ത്രിക്കുള്ള ബന്ധമെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. 2017 മോദി ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഇസ്രായേൽ സന്ദർശനമായിരുന്നു. എന്നാൽ അത് ജെഫ്രിയുടെ നിർദ്ദേശപ്രകാരം ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയായിരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.